കഴിഞ്ഞ മാസം ഉമ്മച്ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നു. ആ ഗൾഫിൽ നിന്ന് വന്നതിനെ തിരിച്ചു പോകുമ്പോൾ പെമ്പർനോത്തിനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പം ഗൾഫുകാരൻ വന്ന വീടായ കൊണ്ടാന്ന് രാത്രി തന്നെ ഒരു കള്ളനും വന്നു. ഇച്ചിച്ച് മൂളാൻ ഇറങ്ങി ഉമ്മച്ചൻ കള്ളനെ മിന്നായം പോലെ കണ്ടു. ഒച്ചയായി, ബഹളമായി, നാട്ടുകാർ കൂടി. കള്ളനോടി, വന്ന നാട്ടുകാർ പുറകെ ഓടി. ഗൾഫിലെ മരുഭൂമി അല്ലാത്ത കാരണം ഓടാൻ പറ്റുന്നില്ല, കാല് സ്ലിപ്പാകുന്നെന്നും പറഞ്ഞ് ഗേറ്റ് ചാരി നിന്ന ഉമ്മച്ചൻ ചേട്ടന്റെ അടുത്തേക്ക് ഞങ്ങളുടെ വെല്ലമ്മച്ചിയുടെ യാതൊരു ആവശ്യമില്ലാത്തൊരു ചോദ്യം, ഡൗവേ കള്ളൻ തന്നെയാണോ? അവളെ വിളിച്ചും ചോദിച്ചു. കഴിഞ്ഞു. ഒരൊറ്റ ചോദ്യം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇപ്പം ആ പാവം ചേച്ചിയും ചേട്ടനും രണ്ടും രണ്ട് രാജ്യത്താണ്. ഒരു ചോദ്യം കൊണ്ട് വെല്ലുവിളിച്ചൊരു കുടുംബം കുളവാക്കി ഒരു പാസ്പോർട്ട് വലിച്ചു. പണ്ട് സർക്കസിൽ പണിക്ക് പോയ എന്റെ വെല്ലുവിളിപ്പം തിരിച്ചു വരാത്തതിന്റെ കാരണം അന്ന് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, ഭയങ്കര ചൊറിച്ചില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ അനുഭവിച്ച ചോദ്യം എന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. എന്താ വിശേഷമൊന്നും ആയില്ലേ? കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചോദ്യം ഞാൻ കേട്ടു തുടങ്ങി. എന്നാൽ പിന്നെ ഈ വിശേഷം കല്യാണത്തിന് മുമ്പേ സെറ്റാക്കിയേക്കാന്ന് വെച്ചാലോ, അത് അതിനേക്കാൾ വലിയ വിശേഷമാവും. ഇന്നത്തെ കാലത്ത് പേരന്റ് ആകാൻ പ്രസവകാലോ പെരുന്നാൾ കാലോ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി പേഴ്സണൽ. അഡോപ്ഷൻ ഉണ്ട്, സർഗസി അടക്കം ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. എന്നാലും ഇത്തരം ചോദ്യങ്ങളിൽ രക്ഷപ്പെടാൻ ഒരു സയന്റിഫിക് റെമഡി നമ്മൾ കണ്ടുപിടിച്ചില്ല. കല്യാണത്തിന് ശേഷം ആദ്യത്തെ 2 വർഷം ഞാനും എന്റെ ഭാര്യയും ചെന്നൈയിലായിരുന്നു. എനിക്ക് ഡേ ഷിഫ്റ്റ് കിട്ടുമ്പോൾ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ്, അവർക്ക് ഡേ ഷിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഫലവത്തായ പരാഗണങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാലോ ബേബി ബോയ് ബേബി ഗേൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസിന്റെ ബഹളം. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ സെലിബ്രിറ്റി പ്രസവവും സെലിബ്രിറ്റികളുടെ പട്ടിയുടെ പ്രസവവും ഇതും കൂടാതെ പ്രസവിച്ച സെലിബ്രിറ്റികളുടെ പേരന്റിങ്ങിനെ പറ്റിയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സും ഇപ്പൊ പുതിയൊരു സാധനം കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഈ ബേബി ഷവർ എന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പരിപാടിയാണ്, വളകാപ്പ് എന്ന് പറയും. അതായത് നിറവയറുമായിട്ട് അമ്മ സ്റ്റേജിന്റെ നടുക്ക് മറ്റേ നമ്മുടെ ബാഹുബലി സിംഹാസനം പോലെ സിംഹാസനത്തെ കയറിയിരിക്കും. വരുന്നവരൊക്കെ മലയിടുന്നു, വളയിടുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതിന്റെ ഒക്കെ കാരണക്കാരുടെ കെട്ടുവാണ്. വരുന്നവർക്കും പോകുന്നവർക്കും അല്ല നാരങ്ങാവെള്ളം കലക്കി കൊടുത്ത് ഏതെങ്കിലും മൂലക്കിരിപ്പുണ്ടാവും. ഈ ഫാൻസി ഡ്രസ് മത്സരം പോലെ പണിയെടുക്കുന്നതെല്ലാം മേക്കപ്പ് സമ്മാനം കിട്ടുന്നത് കണ്ടസ്റ്റന്റിനും. അങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സ് മടുത്ത എന്റെ ലൈഫ് പാർട്ണർ അവളുടെ ജോലി എന്നേക്കുമായി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. സ്ത്രീ ശക്തിയാണ്, അബലയല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്തെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം കൂടെ പഠിച്ച പിള്ളേരെല്ലാം സെലിബ്രേറ്റിംഗ് 1 month പ്രഗ്നൻസി, 2nd month പ്രഗ്നൻസി എന്ന് പറഞ്ഞ് മെനക്കെട്ട സ്റ്റാറ്റസ് മാസം ഇട്ട് തള്ളുന്നുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പൊ ഞാനും ആലോചിച്ചു, സ്വാഭാവികമായിട്ട് ഞാനും ആലോചിച്ചു, നമ്മളിപ്പം മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ഇടാൻ ഫ്ലൈറ്റ് ടേക്കറുടെ കാര്യമൊന്നുമില്ലല്ലോ. സോ ചുമ്മാ ഒരു സ്റ്റാറ്റസ് ഞാനും ഇട്ടു, വെയിറ്റിംഗ് ഫോർ പേരന്റ്ഹുഡ്. സാധാരണ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് വാട്സപ്പ് ഇടുവാണെങ്കിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നാറി മറ്റേ ജോർജ് കുട്ടി വരുണിന്റെ മൃതദേഹം കുടിച്ചിട്ട് പോലെ അതേപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകാറുള്ളതല്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ റിപ്ലൈ മെസ്സേജിന്റെ ബഹളമായിരുന്നു. വാട്ട് ക്യൂട്ട്, സൂപ്പർ ഡാ, വെൽ ഡൺ ഡാ, കൺഗ്രാറ്റുലേഷൻ ഡാ. എടാ നിനക്കോ എപ്പോഴാ? ഏതായാലും എനിക്കത് വല്ലാതെ ഇതായി പോയി. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു ഇതെന്തായി സംഭവം. ഏതായാലും പക്ഷേ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു മെസ്സേജ് ഇതൊന്നുമല്ലേ, ഞങ്ങളുടെ ഓഫീസിലെ മലയാളി മാനേജറും കമൽഹാസൻ ഫാനുമായ ഒരു മാനേജർ അയച്ച മെസ്സേജാണ്. അതിങ്ങനെയായിരുന്നു, എൽസാ, പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാകുന്നതുമെല്ലാം ഭൂമി ഉണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ്. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്താൽ അതാണ് ജീവിതം, സിന്ദഗി, ലൈഫ്. ആരെങ്ങനെയെന്നറിയോ, മറ്റേ നോർമൽ ഡെലിവറി കമ്പനി വിശ്വസിച്ച് കവറാവത്തില്ലെന്നും പറഞ്ഞ് പയർ പോലെ നടന്ന മെമ്പർ നോക്കിയ ഡോക്ടറെ സ്വാധീനിച്ച് സിസേറിയൻ ചെയ്യിച്ച മഹാനാണ്. എന്നിട്ട് 6 മാസം വർക്ക് ഫ്രം ഹോം എഴുതി വാങ്ങിച്ചു. ഏതായാലും എന്റെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റാറ്റസ് കണ്ട് ഡീപ് ആയിട്ട് വെച്ചിരുന്ന മാതാവ് പോലും മനസ്സ് മടുത്തിട്ടാണ് നടത്തില്ല. ആഫ്റ്റർ ഓൾ കോംപ്ലിക്കേഷൻസ് എന്റെ മാവും പൂത്തു. ഒറ്റ വര കണ്ട് പഠിത്ത ഞങ്ങളും 2 വര കണ്ടു. ഏകദേശം അതിനുശേഷം പുള്ളിക്കാരി കംപ്ലീറ്റ് ട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറിഞ്ഞൊരു ക്യൂട്ടക്സ് ഇടാൻ പോലും ഞാൻ സംഭവിച്ചില്ല. പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ അറിഞ്ഞതും അറിയാമില്ലാത്തതുമായിട്ടുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു. സത്യം പറഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യം ഇത്ര വലിയ കഷ്ടപ്പാടാകുമെന്ന് ഞാനും ഓർത്തില്ല. സാധാരണ നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാവുന്ന ഒരു ഭർത്താവ് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നത് സാധാരണ ഭർത്താവ് പറയുന്നത് ഭാര്യ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ എന്റെ അങ്ങനെയല്ല. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉറങ്ങിയിട്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലാഡ വൈദ്യന്മാരെ കണ്ട് അമ്പരുന്നു. മുള ചായ കുടിക്കല്, ചാരിക്കടക്കല്, കപ്പളങ്ങ തിന്നരുത്, പിന്നെ എന്തുവാ മറ്റേ ഈ മഞ്ഞൾ ചെറുതേൻ്റെ അകത്ത് കലക്കി കുങ്കുമത്തിന്റെ അകത്ത് തിളക്കി രാവിലെയും വൈകിട്ട് 2 നേരം കഴിക്കണം. കട്ടൻ കാപ്പി കൈകൊണ്ട് പോലും തുടരുത്. കൊച്ചിന് അപ്പന്റെ കളർ കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മെസ്സേജ് അയച്ചത് എന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 2 മാസം ചെന്നൈ തന്നെയായിരുന്നു. അമ്മയുടെ വയറ് പാത്താ തരുമേ ഇത് പയ്യന്താ എന്ന് മുന്നിലത്തെ ഫ്ലാറ്റിലാക്കാം, അമ്മയുടെ കണ്ണ് പാത്ത തരുമേടാ ഇത് പൊണ്ണുതാ എന്ന് പുറകിലത്തെ ഫ്ലാറ്റിലാക്കാം. അങ്ങനെ ഡെയിലി ഓരോ ലിംഗ നിർണയ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി ബോധിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലെ സ്ഥിതി ഗംഭീരമായിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയ ചങ്ങനാശ്ശേരിയിലെ കുഞ്ഞാണ്ടി പറഞ്ഞത് ഇത് അപ്പറെ പറിച്ചു വെച്ച പോലെയാണ്. ഏത് സ്കാൻ ചെയ്ത ഡേറ്റ് പോലും ശരിക്കും തെളിഞ്ഞു വരാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ നോക്കിയിട്ട്. ഏതായാലും നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പുള്ളിക്കാരിക്ക് ഇച്ചിരി എക്സ്ട്രാ കെയറിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരാവശ്യമില്ല, ചോദിക്കേണ്ട ഒരാവശ്യമില്ലാത്തൊരു ചോദ്യം ഞാനും ചോദിച്ചു. മോൾസിന് എന്താ വേണ്ടത്? ഞാൻ അവിടുത്തെ ഈ സിനിമയിൽ കാണുന്ന പോലെ വല്ലതും മസാല ദോശയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ എന്നാ. പക്ഷേ പണ്ട് ഞാൻ അവളുടെ പണയം വെച്ച സ്വർണ്ണം മുഴുവൻ തിരിച്ചെടുത്ത് അത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച് രസീത് ഹാജരാക്കണമെന്ന സൈക്കോ ആവശ്യമായിരുന്നു അവളുടേത്. എന്റെ അമ്മയും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു അമ്മച്ചിയോട് അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു അമ്മയും ചോദിച്ചു, മോക്ക് എന്താ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്?
അമ്മ എനിക്ക് ഡെയിലി ഇടിയപ്പവും ഇടിച്ചക്കത്തോറിനും വേണമെന്ന് മനസ്സാക്ഷി ഇല്ലാതെ അവള് പറഞ്ഞു. അവസാനം ഇടിയപ്പത്തിന്റെ അച്ച് കറക്കി 72 വയസ്സായ എന്റെ ചാച്ചനെ ഷോൾഡറിൽ ഈരണ്ട് മസില മുളപ്പിച്ചു. വിങ്സ് വേറെ. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഇടിച്ചക്കത്തോറ് ഉണ്ടാക്കാൻ വേണ്ടി ചക്ക ഇടാൻ വേണ്ടി ഒരു തുലാമാസത്തിൽ പ്ലാവെ വലിഞ്ഞു കയറിയ ഒരു മുഴുത്ത വരിക്കച്ചക്കയുമായി താഴേക്ക് വന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് കേട്ടോ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അമ്മയാണ് വെള്ളം തൊട്ട് ചങ്ക് തുടങ്ങുന്നു. ചാച്ചനാണ് മെഡിക്കോളെ പോകാൻ ആശുപത്രി കൊണ്ട് ഓട്ടോ വിളിക്കുന്നു. അതിലോകത്ത് റിട്ടയർഡ് ആയ ഫിസിക്സ് ടീച്ചർ എനിക്ക് സംഭവിച്ച ഗ്രാവിറ്റി റിലേറ്റഡ് ടു മാസിനെ പറ്റി ഓടിക്കൂടി അവർക്ക് ക്ലാസ് എടുക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് 7 മാസം ഗർഭിണിയായ എന്റെ ഭാര്യ നിറവയറുമായി പയ്യെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിറഞ്ഞ കണ്ണുകളോട് ഗദ്ഗത കണ്ടിയായിട്ട് എന്റെ കൈയെടുത്ത് അവിടെ വയറ്റിൽ വെച്ചിട്ട് കൊച്ചിനോട് പപ്പായോട് ചോദിക്കും ചക്ക എങ്ങോട്ടാ ഉരുണ്ടുപോയതെന്ന്. സോ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. സോ വയറ്റിൽ കിടന്ന കുഞ്ഞ് കേട്ട ആദ്യത്തെ ചൊറിഞ്ഞ ചോദ്യമായിരുന്നു.